സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം മുതൽ വായിക്കാം. അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടുപിടിച്ചു. അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ച് പോന്നു. അടുത്ത വാക്യം വായിക്കാം. എപ്പിക്കൂര്യരും സ്തോയിക്കരും ആയ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു, ഈ വിടുവായൻ എന്തു പറവാൻ പോകുന്നു എന്ന് ചിലരും അവൻ യേശുവിനെയും അടുത്തതെന്താണ് പുനരുദ്ധാനത്തെയും പ്രസംഗിക്കൊണ്ട് ഇവൻ അന്യദേവതകളെ ഘോഷിക്കുന്നവൻ എന്ന് തോന്നുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു. പിന്നെ അവനെ പിടിച്ചു അരയോപക കുന്നിന്മേൽ കൊണ്ടുചെന്നു, നീ പ്രസ്താവിക്കുന്ന ഈ നവീന ഉപദേശം ഇന്നതു എന്നു ഞങ്ങൾക്ക് അറിയാമോ? നീ ചില അപൂർവങ്ങളെ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ. അത് എന്ത് എന്ന് അറിവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഏഥൻസ് എന്നു പേരുള്ള പട്ടണം രാജധാനിയാണത്. പ്രശസ്തിയാർജിച്ച പട്ടണം. ആ പട്ടണത്തിൽ പൗലോസിന് കുറെ നാളത്തേക്ക് താമസിക്കേണ്ടതായിട്ട് വന്നു. തൻ്റെ സുവിശേഷ വേലയിൽ അവിടെ ഒരു മീറ്റിംഗ് വെക്കുന്നതിന് വേണ്ടിയോ അവിടെ പ്രസംഗിക്കുന്നതിന് വേണ്ടിയോ വന്നിട്ടില്ല. എന്നാൽ തിമോത്തിയോസും ബാക്കിയുള്ള എല്ലാവരും വന്ന് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടു പോകാൻ വേണ്ടി കുറച്ച് താമസം വന്നു. ഒരുപക്ഷെ ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുകയാകാം. ആ പട്ടണത്തിൽ കുറച്ച് സമയം നിന്നപ്പോൾ അദ്ദേഹം അവിടെ എന്താണ് കണ്ടത്? ആ പട്ടണത്തിൽ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവന്റെ മനസ്സിന് ചൂട് പിടിച്ചു എന്നു നാം വായിക്കുന്നു. ആ പൗലോസ് അന്ന് നമ്മുടെ ഇന്ത്യയിൽ വന്നിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? വിഗ്രഹാരാധന കണ്ടതായ സമയത്ത് ദേശത്തിന്റെ ഏതു ഭാഗത്ത് ചെന്നിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട സമയത്ത് മനുഷ്യർ വന്നിട്ട് അതിൽ നമസ്കരിക്കുന്നതായ കണ്ടപ്പോൾ അവന് കോപം ഉണ്ടായില്ല. അവനത് കണ്ട് ഞാനിവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കടന്നുപോയില്ല. എന്നാൽ അവൻ്റെ മനസ്സ് മുഴുവനും ഒരു സങ്കടമുണ്ടായി, ദുഃഖമുണ്ടായി, വേദന, ഒരു ഭാരമുണ്ടായി. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള അവസ്ഥ കാണുന്ന സമയത്ത് ദൈവമക്കൾക്ക് ദുഃഖമുണ്ടാകുന്നത്? നാം ഒരിക്കലും അവരെ തള്ളിക്കളയുവാൻ പാടില്ലാത്തതാണ്. ഞാൻ പലപ്പോഴും പറയുന്നതാണ്, ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നു എന്ന് പറയുന്നതായ നമ്മളെക്കാൾ കൂടുതൽ ഭക്തി മറ്റു മതവിശ്വാസികൾക്കുണ്ടെന്ന് കാണാൻ കഴിയും. അത് ഭക്തിയാണ്, ത്യാഗം, നിഷ്ഠ, അതെല്ലാം കാണാൻ കഴിയും. എന്നാൽ വിഗ്രഹാരാധന കാണുന്നതായ സമയത്ത് എൻ്റെ മാതാവ് മരിച്ച് സ്വർഗത്തിൽ പോയിരിക്കുന്നു എന്ന് വിചാരിക്കുക. എൻ്റെ മാതാവ് നല്ലൊരു പ്രാർത്ഥനാ സ്ത്രീയായിരുന്നു. 8 മക്കളെ പ്രസവിച്ച് നല്ല രീതിയിൽ അവരെ വളർത്തി വലുതാക്കി. ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി കണ്ണുനീരോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. നല്ല വാർദ്ധക്യത്തിൽ ആത്മീയതയോടെ ജീവിച്ചു ദൈവസന്നിധിയിലേക്ക് പോയി. ഒരുപക്ഷെ എൻ്റെ അമ്മ ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ മൈക്കൊക്കെ പിടിച്ചുകൊണ്ട്, അമ്മേ നമസ്കാരം, അമ്മേ അമ്മേ അമ്മേ, പട്ടുസാരിയൊക്കെ ഉടുപ്പിച്ചിട്ട് അമ്മേ 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 എന്ന് വിളിച്ചാൽ അമ്മ ചോദിക്കും, എന്താടാ എന്താടാ? അപ്പോ എന്താ? അമ്മേ അമ്മേ, അമ്മയാണല്ലോ എന്നെ പ്രസവിച്ചത്, എന്നെ വളർത്തിയതല്ലോ, എന്തു പറ്റിയടാ? നിനക്കെന്നാ കിറുക്കായോ? പോടാ എന്ന് പറയും. എൻ്റെ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുക്കൽ നാം അങ്ങനെ സംസാരിച്ചിട്ട് എന്ത് തോന്നും? അമ്മയ്ക്ക് വളരെ അസഹ്യമായിട്ട് തോന്നുവാനിടയാകും. ശരിയല്ലേ? എടാ, നിന്നെ 10 മാസം ചുമന്ന് പ്രസവിച്ചത് ഞാനാണ്. നിന്നെ വളർത്തി വലുതാക്കിയത് ഞാനാണ്. നിന്നെ വളർത്താൻ എത്രയോ കഷ്ടപ്പെട്ടെന്നറിയാമോ? അതുപോലെ തന്നെ നിനക്ക് സുഖമല്ലാതിരുന്നപ്പോൾ നിന്നെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിന്നെ ചികിത്സിച്ചത് അത് ഞാനാണ്. നിനക്ക് ഫീസ് കെട്ടാനില്ലായിരുന്ന സമയത്ത് എൻ്റെ മാല വിറ്റിട്ട് ഫീസ് കെട്ടിയത് ഞാനാണ്. അതേസമയത്ത് ഞാൻ അമ്മയുടെ ഒരു ഫോട്ടോയൊക്കെ വെച്ച് അമ്മയെ ഞാൻ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അമ്മയുടെ മനസ്സ് എത്ര സങ്കടമുണ്ടാകും പറയുക.
അതുപോലെ തന്നെ നാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കാണുന്നതായ യേശുക്രിസ്തുവിന്റെ മനസ്സ് വേദനിക്കുകയാണ്, സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത്. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് ഞാനാണ്, നിനക്ക് വേണ്ടി പ്രാണനെ നൽകിയ ദൈവം ഞാനാകുന്നു. എന്നെ നീ ഉപേക്ഷിച്ച് നീ മറ്റാരെയോ അനുഗമിക്കുന്നു. യേശുവിനെ സങ്കടപ്പെടുത്തുന്നതായ വിഷയങ്ങൾ യേശുവിന്റെ മക്കളുടെ ജീവിതത്തിലും സങ്കടം വരുത്തേണ്ടതാണ്. അവിടെ ആരും മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചിട്ടില്ല, ആരും ഓർഗനൈസ് ചെയ്തില്ല, ആരും മീറ്റിംഗ് നടത്തുന്നില്ല. എന്നാൽ ആ പട്ടണത്തിന്റെ അവസ്ഥയെ കണ്ടതായ സമയത്ത് പൗലോസിന് വളരെ വേദനയുണ്ടാകാനിടയായി, ആത്മഭാരമുണ്ടാകാനിടയായി. എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞില്ല. അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും അതുപോലെ ചന്തസ്ഥലത്ത് ദിവസേന കണ്ടുമുട്ടിയവരോടും സംഭാഷിച്ചു പോന്നു, വിവരിച്ചു കൊടുക്കുവാനിടയായി. സത്യദൈവത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച്, പുനരുദ്ധാനത്തെക്കുറിച്ച് വിവരിക്കുവാൻ ആരംഭിച്ചു. ആ സമയത്ത് നാം ശ്രദ്ധിക്കുക, അവിടെ യഹൂദന്മാരുണ്ട്. യഹൂദന്മാരും അതുപോലെ തന്നെ പിന്നെന്താണ്, എപ്പിക്കൂര്യരും അതുപോലെ തന്നെ സ്തോയിക്കരും. എന്താണ് സ്തോയിക്കർ? ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ്? യഹൂദന്മാരും ആയ തത്വജ്ഞാനികളിൽ എന്താണ് എപ്പിക്കൂര്യരും സ്തോയിക്കരും ആയ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു. ഇവർ ആരൊക്കെയാണ്? എപ്പിക്കൂര്യർ എന്ന് പറയുമ്പോൾ ആരാണ് ഇവർ? തത്വജ്ഞാനികളാണ്. ഗ്രീക്കിലുള്ളതായ ഒരു കൂട്ടം ആളുകൾ, അതായത് ഗ്രീക്ക് ഭാഷയിൽ നല്ല ജ്ഞാനം പ്രാപിച്ചതായ വ്യക്തികളാണ് പറയാറുണ്ട് ഗ്രീക്കിലെ തത്വജ്ഞാനികളാണ്. ഗ്രീക്കിലും നമ്മുടെ ഭാരതത്തിലെ പോലെ തന്നെ വിവിധ രീതിയിലുള്ളതായ ആരാധനാ രീതികൾ നിലനിന്നിരുന്നു. അതുപോലെ തന്നെ ഗ്രീക്കില് തത്വജ്ഞാനികളായ അനേകം ആളുകളെയും നമുക്ക് കാണുവാൻ കഴിയുമായിരുന്നു. തത്വജ്ഞാനികൾ എന്ന് പറയുമ്പോൾ അവർക്ക് പല വിഷയത്തെക്കുറിച്ചുള്ളതായ വിവിധമായ ജ്ഞാനങ്ങൾ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിശദീകരിക്കുവാൻ കഴിയാത്തതായ ചില കാര്യങ്ങളാണ്. അവർ ആ രീതിയിലാണ് അവർ വാദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. പ്രാവർത്തികമാക്കുവാൻ കഴിയാത്തതായ വാദഗതികൾ, അങ്ങനെയുള്ള വാദഗതികളുള്ള ചില ആളുകൾ, ഞങ്ങളാണ് എല്ലാം തികഞ്ഞവർ എന്ന് വിശ്വസിക്കുന്ന ചില വ്യക്തികൾ അവരോട് വാദിച്ചു എന്ന് പറയുന്നു. നാം പ്രസംഗിക്കുന്നു, എന്നാൽ പൗലോസ് എന്താണ്? തർക്കിച്ചു, മറ്റുള്ളവരോട് വാദിക്കുവാനിടയായെന്ന് വായിക്കുന്നുണ്ട്. അവരോട് വിശദീകരിച്ചു കൊടുത്തു, അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഈ കാലത്ത് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ ആ ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെയാണ് സേവ ചെയ്യുന്നത്. പറഞ്ഞ വ്യക്തികളോട് തന്നെ വീണ്ടും പറയുന്നു, ഉപദേശിച്ചവരോട് തന്നെ വീണ്ടും ഉപദേശിക്കുന്നു. പഠിപ്പിച്ചു കൊടുത്തതായ അതേ ഉപദേശങ്ങൾ വീണ്ടും വീണ്ടും ആ വ്യക്തികൾക്ക് തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇപ്പോഴും പ്രാഥമിക വിഷയങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു. കർത്താവിനെ വിശ്വസിച്ചാൽ നിങ്ങളുടെ രോഗം പോകും, നിങ്ങളുടെ സങ്കടം മാറും, നിങ്ങളുടെ കഷ്ടത മാറും, നിങ്ങളുടെ ദുഃഖങ്ങൾ മാറും. അതോടുകൂടെ നിർത്തുകയാണ്. അടുത്ത സ്റ്റെപ്പിലേക്ക് ഇവർ കടന്നു പോകുന്നില്ല. ഇവിടെ പൗലോസിന്റെ ഹൃദയത്തിലെ ഭാരം എന്താണ്? ആത്മാക്കളെ നേടിയെടുക്കണം, തത്വജ്ഞാനികൾ മാനസാന്തരപ്പെടണം. മറ്റുള്ള ഒരു കൂട്ടമാണ് സ്തോയിക്കർ, അതായത് ദൈവമില്ല എന്ന് വാദിക്കുന്ന ആളുകൾ, നിരീശ്വരവാദികളായവർ, ദൈവമില്ലെന്ന് പറയുന്നവർ. യേശുവിൻ്റെ കാലത്തും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. യേശുക്രിസ്തു തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ തിന്നുകയും കുടിക്കുകയും ചെയ്തിരുന്നത് കൊണ്ട് അവൻ ഭൂതബാധിതനാണെന്ന് പറഞ്ഞു. മനുഷ്യപുത്രൻ തിന്നുകയും കുടിക്കുകയും ചെയ്തിരുന്നത് കൊണ്ട് അവൻ എന്താണ് പറഞ്ഞത്? തീറ്റിപ്രിയൻ എന്നാണ് പറഞ്ഞത്. ഒന്ന് നോക്കൂ ആ വാക്യമൊന്ന്. മത്തായിയുടെ സുവിശേഷം 11:18 വാക്യം. യോഹന്നാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു, അവന് ഭൂതമുണ്ടെന്ന് അവർ പറയുന്നു. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ട് വന്നു. തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്നു അവർ പറയുന്നു. ജ്ഞാനമോ തന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ട് ഇരിക്കുന്നു. യോഹന്നാൻ വെട്ടുക്കിളിയെ തിന്നിട്ട് തേൻ കുടിക്കുമായിരുന്നു. എന്താണ് കഴിച്ചുകൊണ്ടിരുന്നത്? വെട്ടുക്കിളിയും അതുപോലെ തേനുമായിരുന്നു. പപ്പടം പോലെ തിന്നിട്ട് കാട്ടിലെ തേനും കുടിക്കുമായിരുന്നു. ആഹാരത്തെക്കുറിച്ച് ചിന്തിക്കാതെ, വസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കാതെ, മരവരിയും എടുത്തുകൊണ്ട് സർപ്പസന്തതികളേ എന്ന് വളരെ തീക്ഷ്ണതയോടുകൂടി ആ കാലത്ത് അവൻ പ്രസംഗിക്കുമായിരുന്നു. ഡിയർ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് എന്നൊന്നുമല്ല, സഹോദരങ്ങളെ എന്നൊന്നുമല്ല, സർപ്പസന്തതികളേ, നിങ്ങൾ മാനസാന്തരപ്പെടുക, നല്ല ഫലം കായ്ക്കുക, അവന്റെ കയ്യിൽ വീശുമുറമുണ്ട് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പ്രസംഗിച്ചപ്പോൾ പറയുകയാണ് ഭൂതം ബാധിച്ചിരിക്കുന്നുവെന്ന്.
എന്താണ്, മരവുരിയുമൊക്കെ ഉടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നു, ഇതെന്തൊരു ദൈവദാസനാണെന്ന് വിചാരിച്ചു. ശരി, പിന്നീട് യേശുക്രിസ്തു നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, യേശുക്രിസ്തു നല്ല അങ്കിയാണ് ധരിച്ചത്, അതോ കീറിപ്പറഞ്ഞതാണോ? എന്താണ് അറിയാവുന്നവർ പറയുക. യേശുക്രിസ്തു ധരിച്ചത് കീറിപ്പോയതായ ജീൻസ് പാൻ്റാണോ എന്നാണ് ചിലർ പറയുന്നത്. ഇന്ന് വസ്ത്രത്തിന് കീറലുകൾ കൂടുതലാണെങ്കിൽ അത്രയും നല്ലതാണെന്നാണ് പറയുന്നത്. എന്താണ് ജീൻസിന് ഇത്രയും വിലയെന്ന് ചോദിച്ചാൽ പറയും, ഇതിന് ഇത്രയും കൂടുതൽ കീറലുകളുണ്ട് എന്ന്. സ്റ്റോൺ വാഷ് ചെയ്തെന്നാണ് പറയുന്നത്. എന്താണ്, ഒരു 10 വർഷം മുമ്പ് യേശുവിനെ ഫോളോ ചെയ്യുന്നവരുടെ ഒരു ഗ്രൂപ്പ് തയ്യാറായി. ജീസസ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാകാനിടയായി. യേശുവിൻ്റെ ഫോളോവേഴ്സാന്നൊക്കെ പറഞ്ഞിട്ട് ജീൻസൊക്കെ ഇട്ടിട്ട് കഴുകാത്ത ജീൻസ് ഇട്ടുകൊണ്ട് നടക്കും. എന്തുകൊണ്ടാണ് വസ്ത്രം കഴുകാത്തതെന്ന് ചോദിച്ചാൽ പറയാണ്, യേശു ക്രിസ്തു വന്ന് വസ്ത്രം കഴുകിയിട്ടില്ലായിരുന്നു, ഞങ്ങളും അതുകൊണ്ട് കഴുകുന്നില്ല എന്ന്. യേശു ക്രിസ്തു മുടി മുറിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളും മുടി മുറിക്കുന്നില്ല എന്ന് പറഞ്ഞ ഹിപ്പിയുടെ കൂട്ട് തലമുടി വളർത്തി നടക്കുന്ന ആളുകളുണ്ടായിരുന്നു. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ മുടി നീട്ടി വളർത്തി അങ്ങനെയാണോ അനുഗമിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ മുടി എങ്ങനെയുള്ളതായിരുന്നു നിങ്ങൾക്കറിയാമോ? ചുരുണ്ടുകൂടി ജടയൊക്കെ പിടിച്ച മുടിയായിരുന്നു ഉണ്ടായിരുന്നത്. മുടിയൊന്നും കഴുകാതെ അല്ലെങ്കിൽ വൃത്തിയാകാതെ നടക്കുകയാണെന്നാണ് വിചാരിച്ചത്. എന്താണ്, യേശുക്രിസ്തു ഡീസൻ്റായിട്ട് നടന്ന ഒരു വ്യക്തിയാണ്. അവൻ്റെ അങ്കി എത്ര വിലയേറിയതാണെന്ന് ചോദിച്ചാൽ 4 പേർ അവൻ്റെ അങ്കിക്ക് വേണ്ടി ചീട്ടിടുവാൻ ഇടയായി. അത് സാധാരണ അങ്കിയാണെങ്കിൽ അതിനുവേണ്ടി ചീട്ടിടേണ്ട കാര്യമില്ല. തയ്യൽ ഇല്ലാത്തതായ വസ്ത്രമായിരുന്നു അതെന്നാണ് പറയുന്നത്. നല്ല വസ്ത്രം ധരിക്കുമായിരുന്നു. അതുപോലെ നല്ല ശ്രേഷ്ഠമായ ആഹാരം, പഴവർഗ്ഗങ്ങളെല്ലാം അദ്ദേഹം കഴിക്കുമായിരുന്നു. ഞാൻ സൃഷ്ടിച്ചതായ ഫലങ്ങളൊന്നും കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചായിരിക്കാം വന്നത്. ആ കർത്താവ് സ്വർഗത്തിലായിരിക്കുമ്പോൾ പഴം കഴിക്കുവാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് മനുഷ്യർക്ക് എത്രയോ പഴങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കഴിക്കാനിടയായി. അതുപോലെ എല്ലാവരുമായിട്ട് ഇടകലർന്ന് ജീവിക്കാനിടയായി. എല്ലാവരോടും കൂടെ ഇടകലർന്നിരിക്കുകയും അവരോട് ഒപ്പം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയെല്ലാം ചെയ്തു. എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നതായ കർത്താവാണ്. ആ കർത്താവിന് വേർതിരിവില്ല. അതുകൊണ്ട് ഇവർ പറഞ്ഞതെന്താണ്? തീറ്റിപ്രിയനാണ്, ഓരോരോ ഭവനങ്ങളിൽ ചെന്നിട്ട് ആഹാരം കഴിക്കുന്നു എന്ന് പറയാനിടയായി. ഈ കാലത്തും നോക്കുമ്പോൾ ഇങ്ങനെയുള്ള അഭിപ്രായമുള്ള അനേകം ആളുകളുണ്ട്. നല്ല വസ്ത്രം ധരിച്ചാൽ പറയും, എന്തുകൊണ്ടാണ് ഇത്രയും പോസ് കാണിക്കുന്നത്? ഇനി മുഷിഞ്ഞ വസ്ത്രം ധരിച്ചാൽ പറയും, എന്താണ് അവർ ദരിദ്രന്മാരായി പോയല്ലോ യേശുവിൽ വിശ്വസിച്ചിട്ടെന്ന് പറയും. വലിയ മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ച് ആൾക്കാരെല്ലാം കൂട്ടിയാൽ പറയും, അയ്യോ നോക്ക്, ദൈവനാമത്തിൽ പണമെല്ലാം ചിലവഴിച്ച് കളയുന്നു എന്ന് പറയുന്നു. ശരി, ഒരു വഴിയരിയിൽ മീറ്റിംഗ് സംഘടിപ്പിച്ചാൽ പറയും, നോക്ക് വഴിയരികിലെല്ലാം പോയിട്ട് കുത്തിയിരിക്കുകയാണെന്ന് പറയുവാനിടയാകും. എന്താണ് നോക്കുക, ഈ കാലത്ത് ഇങ്ങനെ അഭിപ്രായം പറയുന്ന അനേകം ആളുകളുണ്ട്. അവർ തന്നെയായിരുന്നു ഇവർ അല്ലേ, അവരുടെ കൂട്ടത്തിൽപ്പെട്ടവർ. വചനത്തിലെ സത്യം മനസ്സിലാക്കാത്തതായ ആളുകൾ, വചനത്തിലെ സത്യം മനസ്സിലാക്കാത്ത ആളുകൾ, യേശുവിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാത്ത ആളുകൾ ഇതുപോലെ തർക്കിക്കും, വാദിക്കുവാനിടയാകും. പൗലോസ് വാദിക്കുന്ന ആളുകളോട് ചേർന്ന് വാദിച്ചു. എന്തിനാണ് വെറുതെ വാദിക്കുന്നത് എന്ന് വിചാരിച്ച് മാറിയില്ല. ചില ആളുകൾ എന്നോടും തർക്കിക്കാൻ വേണ്ടി ചില SMS ഒക്കെ ഇന്നാളെ അയച്ചു തന്നു. യേശു ക്രിസ്തു യഥാർത്ഥമായിട്ട് ഉയർത്തെഴുന്നേറ്റിരുന്നുവെങ്കിൽ പിലാത്തോസിന്റെ അടുക്കൽ ചെന്നിട്ട്, റോമക്കാരുടെ അടുക്കൽ ചെന്നിട്ട്, നോക്ക് ഞാൻ യേശുവാണ്, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞുകൂടെ വീണ്ടും ക്രൂശിക്കുമോ എന്ന് ഭയപ്പെട്ടിട്ട് എന്തിനാണ് ഓടിപ്പോകുവാൻ ഇടയായത് എന്ന് പറഞ്ഞൊരു പയ്യൻ ചോദിച്ചു. നോക്ക് എത്ര ഭോഷത്വമാണ്, വളരെ ജ്ഞാനമാണെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അടിയിൽ പേരെഴുതത്തില്ല, വെൽവിഷർ എന്നാണ് എഴുതുന്നത്. എന്താണ്, നമ്മുടെ വെൽവിഷറാണെന്നാണ് എഴുതുന്നത്. ബൈബിൾ വായിക്കാത്ത ആളുകളാണ് ഇങ്ങനെയുള്ളതായ ഭോഷത്വം വിളിച്ചു പറയുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ആളുകൾ. ഇന്നുള്ള ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ നല്ലവണ്ണം അറിയാം, വചനം നല്ലവണ്ണം അറിയാം, എന്നാൽ അതിൻ്റെ സാരാംശം അറിയുകയില്ല. എപ്പോഴും അങ്ങനെ ഒന്നും അറിയാതെ വാദിക്കുവാൻ പാടില്ല ഓരോ വിഷയത്തെക്കുറിച്ച്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ആഹാരം കഴിച്ച് എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് ജീവിച്ചത്, ഭൂമിയിലേക്ക് വന്നത് എന്ന് ചിന്തിക്കണം. യേശു ക്രിസ്തു ആഹാരം കഴിച്ചിട്ടുണ്ട്. അതുപോലെ 40 രാവും പകലും ആഹാരം കഴിക്കാതെ ഉപവസിച്ചു. അതുപോലെ തന്നെ എന്താണ് നിന്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ആഹാരം കഴിക്കുന്നത്, അവരെന്തുകൊണ്ടാണ് ഉപവസിക്കാതിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ യേശു ചോദിച്ചു, മണവാളനുള്ളപ്പോൾ എന്തിനാണ് ഉപവസിക്കുന്നത്? മണവാളൻ കൂടെയുള്ളപ്പോൾ ഉപവാസം ഇരിക്കേണ്ടതായ കാര്യം ഇല്ല. ഇന്നുള്ള ക്രിസ്ത്യാനികളിൽ പലരും യഥാർത്ഥമായ വിഷയത്തെ എല്ലാം വിട്ടുകളഞ്ഞിട്ട് ഇന്ന് നോക്കുക, TV ചാനലൊക്കെ വന്നതിന് ശേഷം വിശ്വാസികൾ പലരും വഴിതെറ്റിപ്പോകുന്നുണ്ട്. അനുഗ്രഹം പണം കൊടുത്ത് വാങ്ങാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അത് അസാധ്യമാണ്. പണം കൊടുത്ത് അനുഗ്രഹം വാങ്ങാൻ കഴിയുമെങ്കിൽ പണക്കാരെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ നിന്റെ കാര്യം എന്താകും? അനുഗ്രഹത്തെയും പണത്തെയും തമ്മിൽ ബന്ധിപ്പിക്കരുത്. നീ പണം കൊടുക്കുമ്പോൾ ദൈവം നിന്നെ സ്പെഷ്യലായിട്ട് സ്നേഹിക്കുമെന്നാണോ? അങ്ങനെയല്ല. നിന്റെ മനസ്സിനെ കണ്ടുകൊണ്ട്, നിന്റെ നുറുങ്ങിയതായ ഹൃദയത്തെ കണ്ടുകൊണ്ട്, നിന്റെ അവസ്ഥയെ കണ്ടുകൊണ്ട് നിന്നോട് മനസ്സലിയുന്നവനാണ് കർത്താവ്, അല്ലാതെ പണം കൊടുത്തുകൊണ്ട്. അതുപോലെ മറ്റൊരു വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ എന്തെങ്കിലും ഒരു നന്മ
ലഭിച്ചതിന് ശേഷം ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് കൃതജ്ഞത. അല്ല, നന്മ ലഭിക്കുന്നതിന് മുൻപ് തന്നെ പണം കൊടുത്താൽ നന്മ ലഭിക്കുമെന്ന്. ഇത് സ്തോത്രകാഴ്ചയല്ല, കൈക്കൂലിയാണ്. ഓഫീസിൽ പ്രമോഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ കൈക്കൂലി കൊടുത്തിട്ടുണ്ടോ ആളുകൾക്ക്? അതിന് എന്താണ് വിളിക്കുന്നത്? നടക്കുന്നതിന് മുൻപ് തന്നെ കൊടുക്കുന്നത് കൈക്കൂലിയാണ്, നടന്നതിന് ശേഷം കൊടുക്കുന്നത് സ്തോത്രകാഴ്ചയാണ്. അല്ല, നടക്കുന്നതിന് മുൻപ് തന്നെ കൊടുത്തിട്ട് എന്നിട്ട് പിന്നെ ചോദിക്കുകയാണ്, ഞങ്ങളിങ്ങനെ സ്തോത്രകാഴ്ച കൊടുത്തിരുന്നു, വീട് വിൽക്കാൻ വേണ്ടി സ്തോത്രകാഴ്ച കൊടുത്തിരുന്നു, ഇപ്പോൾ അത് നടക്കുന്നില്ല, എന്താണ് കാര്യം? മകളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സംഭാവന കൊടുത്തു, പക്ഷേ ഇതുവരെയും മകളുടെ വിവാഹം നടക്കുന്നില്ല. ഇങ്ങനെ പറയുന്ന വിശ്വാസികളുമുണ്ട്, അതുപോലെ ഉപദേശിക്കുന്ന ദൈവദാസന്മാരുമുണ്ട്. യഥാർത്ഥമായ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചാൽ മനുഷ്യരോട് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കേണ്ട കാര്യം പറയേണ്ടതായ ആവശ്യം ഇല്ല. നിനക്ക് തൃപ്തി നൽകുന്ന വചനം നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നീ തീർച്ചയായിട്ടും ദൈവത്തിന് കൊടുക്കേണ്ട കാര്യത്തിൽ പിറകോട്ട് പോവുകയേ ഇല്ല. നമ്മളൊരു ഹോട്ടലിൽ ചെന്നിട്ട് 2 ഇഡ്ഡലിയും 2 ദോശയും ഒക്കെ കഴിച്ച് വളരെ നല്ല രുചിയുണ്ട്, ഒരുപാട് കാലമായി ഇതുപോലെ രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് താങ്ക്സ് പറഞ്ഞിട്ട് തിരികെ ഇറങ്ങിപ്പോരുമോ? നാം എന്തു ചെയ്യും? ബില്ല് തരാൻ പറയും. ബില്ല് തരൂ സാർ എന്ന് പറയും. ആവശ്യമില്ല എന്നവർ പറയുമോ? ബില്ല് കൊണ്ടുവന്നില്ലെങ്കിൽ കൊണ്ടുവന്നില്ലെന്നും പറഞ്ഞ് പതിയെ ഇറങ്ങിപ്പോകുമോ? അല്ലെങ്കിൽ ഈ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് ആ ഹോട്ടലിൽ പോയി ബില്ലടയ്ക്കുമോ? എവിടെയാണ് ബില്ല് കൊടുക്കുന്നത്? ഞാൻ ഇവിടെ നിന്നാണ് ആഹാരം കഴിച്ചത്, അതുകൊണ്ട് ചോദിച്ചിട്ട് ബില്ല് കൊടുക്കുവാനിടയാകും. യഥാർത്ഥമായ ദൈവത്തിന്റെ വചനത്താൽ നീ അനുഗ്രഹിക്കപ്പെട്ടാൽ, യഥാർത്ഥമായ ദൈവത്തിന്റെ വചനം നീ വിശ്വസിക്കുകയാണെങ്കിൽ നിന്നോട് സ്തോത്രകാഴ്ച തരാൻ വേണ്ടി ചോദിക്കേണ്ടതായ കാര്യമേ ഇല്ല. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, നിങ്ങൾ സ്തോത്രാഴ്ച തരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല. ഞാൻ ദൈവം പറഞ്ഞ രീതിയിൽ ദൈവത്തിൻ്റെ വേല ചെയ്യുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വേലയ്ക്ക് ആവശ്യമായ പണത്തെ നിങ്ങളിൽ കൂടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളിൽ കൂടിയോ ദൈവം നൽകുവാൻ തക്കവണ്ണം മതിയായ ദൈവമാകുന്നു. എന്നാൽ ഇന്ന് പലർ ദൈവവചനം മാറ്റിവെച്ചിട്ട് ദൈവിക ശുശ്രൂഷകളെ വ്യാപാരം പോലെ ഉപയോഗിക്കുന്നവരുണ്ട്. മിനിസ്ട്രി എന്ന് പറയുമ്പോൾ പണം നേടുന്നതിന് വേണ്ടി മിനിസ്ട്രി ഉപയോഗിക്കുന്നു. അങ്ങനെ ദോഷം നിറഞ്ഞതായ ഒരു കാലമാണിത്. ഇന്നുള്ള അനേകം ദൈവദാസന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കും അതൊരു പേരുദോഷമാണ്. ദയവ് ചെയ്ത് ഞങ്ങളോട് ക്ഷമിക്കുക. ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതായ ഒരു ആളല്ല. എന്നെക്കുറിച്ച് കൂടുതൽ പുകഴ്ത്തുവാൻ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. എന്നാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കാര്യം പറയുന്നത് കാരണമെന്ന് വെച്ചാൽ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. എൻ്റെ സഭയിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ എൻ്റെ അവസ്ഥകളെ വ്യക്തമായിട്ട് അറിയാവുന്നവരാണ്. അവർ ഞങ്ങളെപ്പോഴും കാണുന്ന വ്യക്തികളാണ്. ഞങ്ങൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത്, എപ്പോൾ ആഹാരം കഴിക്കുന്നു, എപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങുന്നു, അതുപോലെ ദൈവത്തിൻ്റെ ആരാധന, ദൈവിക ശുശ്രൂഷകൾ ഞങ്ങൾ എങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്, ഇവയെല്ലാം എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് ത്യാഗത്തോടു കൂടി വിശ്വാസത്തോടെ ശുശ്രൂഷ ചെയ്ത് മുൻപോട്ട് പോകുന്നു. അമേരിക്കയിൽ പോകുവാനുള്ള കൃപ ദൈവം എനിക്ക് നൽകുവാനിടയായി. കുറെ ഞാൻ മടി കാണിച്ചതാണ്. എന്നാൽ ദൈവം എന്നോട് പോകാൻ പറഞ്ഞു. ഞാൻ പോയി. ഞാൻ അവിടെ ചെന്നത് തെലുഗു ഭാഷക്കാരുടെ മധ്യയിലായിരുന്നു. അവിടെ ചെന്നതായ സമയത്ത് അവിടെയുള്ള ആളുകളുടെ അവസ്ഥ കണ്ടപ്പോൾ അവർ ഒരു 100 രൂപ തരണമെങ്കിൽ ഡോളർ, അത് ഇന്ത്യൻ റുപ്പിയായിട്ട് പിന്നെ അവർ ചെന്ന് മാറ്റിയെടുത്തിട്ടാണ് നൽകാറുള്ളത്. ഒരു $100 കൊടുക്കുക എന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് $100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഏകദേശം ഒരു 5000 രൂപയുണ്ടാകും. ദൈവത്തിൻ്റെ കൃപയിൽ ചെറിയ ജോലി ചെയ്യുന്ന ആളുകൾ പോലും 10,000 രൂപ ദൈവത്തിന് സ്തോത്രാഴ്ച കൊടുക്കുന്നതായി കാണാം. എന്നാൽ വലിയ വലിയ ജോലി ചെയ്യുന്ന ആളുകൾ പോലും അത്രത്തോളം ഒന്നും തന്നെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതായിട്ട് പലപ്പോഴും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മറ്റു രാജ്യങ്ങളിലേക്ക് നാം കടന്നു പോകുമ്പോൾ സുവിശേഷം അവിടെ അറിയിക്കണം, അവർ അറിയണമെന്നുള്ള ദാഹത്തോടു കൂടി പോകുമ്പോൾ മാത്രമേ പ്രയോജനമുണ്ടാകൂ. കഴിഞ്ഞ തവണ ലണ്ടനിലേക്ക് 10 ഇടങ്ങളിൽ 10 മീറ്റിംഗ് തയ്യാറാക്കുവാനിടയായി. ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കഴിയുമെന്ന്. അവിടെ നൽകിയിരിക്കുന്ന ശുശ്രൂഷകളെല്ലാം ചെയ്തിട്ട് കടന്നു വരാമെന്ന് പറഞ്ഞു. ചർച്ചിൻ്റെ ഇൻവൈറ്റേഷന് പോകുവാനിടയായി. ഒരു ചർച്ചിൽ പ്രസംഗിക്കണമെങ്കിൽ അവിടുത്തെ റൂൾസും റെഗുലേഷൻസും എല്ലാം എഴുതി തന്നു. ഇത്ര സമയമായിരിക്കും പ്രസംഗത്തിൻ്റെ സമയം, അങ്ങനെയുള്ളതെല്ലാം. അതുപോലെ എങ്ങനെ പ്രസംഗിക്കണം, വെൽത്തിനെക്കുറിച്ചും ഹെൽത്തിനെക്കുറിച്ചും പ്രസംഗിക്കാൻ പാടില്ല, ആത്മീയ വിഷയങ്ങൾ മാത്രമേ പറയുവാൻ പാടുള്ളൂ, അതുപോലെ ഹെൽത്തിനെക്കുറിച്ചും വെൽത്തിനെക്കുറിച്ചും പറയുവാൻ പാടില്ല എന്ന ഇൻസ്ട്രക്ഷൻ നൽകാനിടയായി. ഞാനത് പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുത്തെഴുതി അയക്കുവാനും ഇടയായി. നമ്മുടെ രണ്ടുപേരുടെ മനസ്സ് ഒരുപോലെയാണെന്ന് ഞാൻ എഴുതി. അതിനുശേഷം പറഞ്ഞു, നിങ്ങളുടെ മിനിസ്ട്രിയെ ഞങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല, നിങ്ങൾക്ക് സഹായമൊന്നും തന്നെ ചെയ്യുകയില്ല എന്ന്. ഞങ്ങൾ ഒന്നും നൽകുകയില്ല. അങ്ങനെയാണെങ്കിൽ വന്നിട്ട് ഇവിടെ പ്രസംഗിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കേ, ഞാൻ ഒന്നും പ്രതീക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ വരാം, അതായത് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആലോചനയുമായിട്ട് വരാമെന്ന് പറഞ്ഞ് അവർക്ക് ഞാൻ കത്തയക്കുവാനും ഇടയായി. എന്നാൽ വാസ്തവം ഇങ്ങനെയായിരിക്കെ ഇത് കാണുന്ന ആളുകൾ എന്ത് വിചാരിക്കും? വേറെ എവിടുന്നോ പണം വരുന്നുണ്ട്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ചിലർ കത്തെഴുതാറുണ്ട്.
ഊമക്കത്തെന്നൊക്കെ പറയത്തില്ല, അതിനകത്ത് പേരും കാണത്തില്ല, അഡ്രസ്സും കാണുകയില്ല, ഒന്നും കാണുകയില്ല. എത്ര നല്ല ആളുകളാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേരെഴുതുക, അതുപോലെ തന്നെ ഫോൺ നമ്പറും എഴുതുക. ഞങ്ങൾക്ക് തീർച്ചയായും ഞങ്ങളുടെ വിവരങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയാനെങ്കിലും സാധിക്കും. നിങ്ങൾ ധരിച്ചിരിക്കുന്നത് 70,000 രൂപയുടെ കോട്ടാണ്. ദൈവത്തിൻ്റെ ഉള്ള പണം വൃഥാവാക്കി കളയുന്നു. നിങ്ങൾക്കറിയാമോ ആ കോട്ടിൻ്റെ വില എത്രയാണെന്ന്? നിങ്ങളത് വാങ്ങിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? 1500 രൂപയ്ക്കും സ്യൂട്ട് ഇവിടെ ലഭിക്കും. ഞാൻ ധരിച്ചിരിക്കുന്ന ഈ സ്യൂട്ട് മാത്രം കുറച്ച് വില കൂടിയതാണ്, 5000 രൂപ വരുമായിരിക്കും. എന്നാൽ 1500 രൂപയ്ക്കും സ്യൂട്ട് ലഭിക്കാനിടയാകും. നിങ്ങൾക്കറിയാമോ 20,000-ൻ്റെ ജീൻസ് ഉണ്ട്. അതുപോലെ പട്ടുസാരി 2,00,000-ൻ്റെ പട്ടുസാരി ഉണ്ട്. നിങ്ങൾക്ക് ആ കാര്യം അറിയാമോ? ഈ സ്യൂട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ധരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു ഡീസൻസി മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഈ കാലത്ത് എല്ലാവരും സ്യൂട്ട് ധരിക്കാറുണ്ട്. അതിൽ വലിയ കാര്യം ഒന്നും തന്നെ ഇല്ല. ആ സൂട്ട് കണ്ടിട്ട് എന്തിനാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്? ക്യാമറയിൽ ആ സൂട്ട് കണ്ടിട്ട് എന്തിനാണ് അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, എന്തിനാണ് മുഖത്ത് ഇത്രമാത്രം കളർ വാരി തേച്ചേക്കുന്നതെന്ന്. നല്ല ചുമന്ന കളറാക്കിയിട്ടുണ്ട്, കുറച്ച് കളർ കുറയ്ക്കുക എന്നാണ് പറയാനിടയാത്. ഫോൺ ചെയ്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാൻ പറയുമ്പോൾ ചോദിക്കുകയാണ്, എന്തിനാണ് കളർ അടിച്ചിരിക്കുന്നത്? കളർ അടിച്ചിട്ടല്ലേ എന്ന് പറയുമ്പോൾ അതും വിശ്വസിക്കുന്നില്ല. എന്തു ചെയ്യും? ബാക്ക്ഗ്രൗണ്ടിൽ ചുവന്ന സ്ക്രീൻ വെച്ചാൽ മുഖത്ത് നമ്മുടെ ഒരു ചുമപ്പ് അടിക്കുവാനിടയാകും. അതുപോലെ തന്നെ കളർ അനുസരിച്ച്, ലൈറ്റ് അനുസരിച്ച് കൊണ്ട് പലപ്പോഴും വീഡിയോയിൽ പ്രതിഫലിക്കുവാനിടയാകും. ആ ഒരു കോമൺ സെൻസ് പോലും ഇല്ലാതെ ആളുകൾ ഇന്ന് വചനം എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാതെ പ്രസംഗകൻ ഏത് കോട്ടാണ് ധരിച്ചിരിക്കുന്നത്, മുഖത്ത് ഏത് കളർ അടിച്ചിരിക്കുന്നു എന്നാണ് നോക്കുന്നത്. ഏത് വാച്ചാണ് ധരിച്ചിരിക്കുന്നത്, എന്തിനാണ് മോതിരമിട്ടിരിക്കുന്നത്? ഞങ്ങൾ മോതിരമിട്ടാൽ നിങ്ങൾക്കെന്താണ്? നിങ്ങൾക്കെന്തിനാണ് മോതിരം? എന്താണ്, നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തതാണോ? ആണോ? എന്താണ്? നമ്മുടെ ഭാരതത്തിൽ വിവാഹം കഴിഞ്ഞതായ പുരുഷന്മാർ അടയാളത്തിന് വേണ്ടി മോതിരവും, സ്ത്രീകൾക്കാണെങ്കിൽ താലിമാലയും ഉണ്ട്. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുകയാണെങ്കിൽ കല്യാണം കഴിച്ചു എന്ന അടയാളത്തിന് വേണ്ടി അവർക്ക് മോതിരമുണ്ടായിരിക്കും. അപ്പോൾ ആരെങ്കിലും അവരെ ശല്യം ചെയ്യാൻ വന്നാൽ പറയാൻ കഴിയും, ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നുവെന്ന്. ഒരു റിങ് ഇട്ടത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? റിങ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ, സഫറിങ്സ് കാണുന്നില്ല. റിങ് മാത്രമേ കാണുന്നുള്ളൂ, സഫറിങ്സ് കാണുന്നില്ല. എന്നെ സംബന്ധിച്ച് നോക്കിയാൽ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഇടും, അല്ലെങ്കിൽ ഞാനത് ഊരി മാറ്റും. അതിൽ വലിയൊരു കാര്യമായിട്ടൊന്നും ഞാൻ തന്നെ കാണുന്നില്ല. ചിലർ ചോദിച്ചിട്ടുണ്ട്, ബൂട്ട് എന്തുകൊണ്ടാണ് ഇട്ടുകൊണ്ട് പ്രസംഗിക്കുന്നത്? അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബൂട്ടിടാതെ വന്നത്. ക്ഷമിക്കണം, ഇങ്ങനെയുള്ളതായ പല വിമർശനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വരാറുണ്ട്. ആളുകൾ അതാണ്, വേഷവിധാനങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാം വചനത്തിൽ വായിച്ചില്ലേ, അതുപോലെയുള്ളതായ സ്വഭാവമാണിത്. ഞങ്ങളുടെ ചർച്ചിനുള്ളിൽ ആരും തന്നെ ഷൂസ് ധരിക്കത്തില്ല, ആരും ചപ്പൽ ധരിക്കില്ല, എല്ലാം വെളിയിലിടുവാനിടയാകും. അതുപോലെ തന്നെ ഞാൻ സ്റ്റേജിലും ഷൂസ് ധരിക്കാതെ കയറുമായിരുന്നു നേരത്തെ. ഒരുപാട് കാലം ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഷൂസ് മറന്നു പോകുവാൻ ഇടയാകുന്നുണ്ട്. അതുപോലെ പിന്നെ അത് നടന്ന് അതെടുക്കുന്നത് വലിയ പണിയായി മാറും. അതുപോലെ തന്നെ ഇതുപോലെയുള്ള സ്റ്റേജുകൾ, ഈ സ്റ്റേജിന് കുഴപ്പമില്ല, ചില സ്റ്റേജുകളിൽ ആണി ഉണ്ടായിരിക്കും. ചില സമയത്ത് എൻ്റെ കാലിൽ അങ്ങനെ ആണി കയറിയിട്ടുമുണ്ട്. അത് പിന്നീട് സെപ്റ്റിക്കാനിടയാകും. അതുമാത്രമല്ല, മീറ്റിങ്ങിന് ഇടയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സ്റ്റേജിന് വെളിയിലേക്ക് ഞാൻ അങ്ങനെ തന്നെ ഇറങ്ങിപ്പോകാറുമുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഷൂസ് ധരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത്. അതിപ്പോൾ ഒരു വിമർശനമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. എന്തിനാണ് ഷൂസ് ധരിക്കുന്നത്? അത് വിശുദ്ധ സ്ഥലമല്ലേ? അത് വിശുദ്ധ സ്ഥലമാണ്. പഴയ നിയമത്തിൽ ഒരേയിടത്ത് മാത്രമാണ് അങ്ങനെ പരിശുദ്ധ സ്ഥലമെന്ന് പറഞ്ഞത്. പുതിയ നിയമത്തിൽ എല്ലായിടവും പരിശുദ്ധ സ്ഥലമാണ്. ഇവിടെ മാത്രമാണ് പരിശുദ്ധ സ്ഥലം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് പരിശുദ്ധത ഇല്ലേ? നമ്മൾ കൂടിയിരിക്കുന്ന സ്ഥലം മുഴുവൻ പരിശുദ്ധ സ്ഥലമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന സ്ഥലം മുഴുവനും പരിശുദ്ധമായ സ്ഥലമാണ്. അതുപോലെ തന്നെ നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, അത് വിശുദ്ധ ആലയമാണ്. അങ്ങനെയെങ്കിൽ നിനക്ക് ചെരുപ്പ് ധരിക്കുവാൻ കഴിയില്ലല്ലോ. എൻ്റെ കാല് സെപ്റ്റിക് ആവുകയാണെങ്കിൽ, എനിക്ക് നടക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ എനിക്കാണോ നഷ്ടമുണ്ടാകുന്നത്? കർത്താവിനാണോ? എൻ്റെ കർത്താവിനാണ് നഷ്ടം. എന്തുകൊണ്ടെന്നാൽ ഞാൻ ചെന്ന് സുവിശേഷം പ്രസംഗിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. എന്തുകൊണ്ടെന്നാൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നത് കൊണ്ട് എൻ്റെ കാല് മനോഹരമായിട്ട് ദൈവം കാണുന്നു. അതല്ലാതെ ഇതിന് ഷൂ ഇടുന്നതോ ഇടുന്നില്ലേ എന്നുള്ളതല്ല. അത്രമാത്രം പോലും ചിന്തിക്കാത്തത് എന്താണ്? അത്രയും കോമൺ സെൻസ് ഇല്ലേ? നമ്മുടെ ഭാരതത്തിൽ പലപ്പോഴും കാലിന് അത്ര വില കൊടുക്കുകയില്ല. കാലിനെ അശുദ്ധമായിട്ടാണ് പലപ്പോഴും കാണുന്നത്. അതെന്താണ്? എത്ര മനോഹരമായിട്ടാണ് ദൈവം നിനക്ക് കാല് തന്നിരിക്കുന്നത്. നിനക്ക് നടക്കാതിരിക്കുകയാണെങ്കിൽ എന്താണ് അവസ്ഥ? 6 അടി നീളമുള്ള ഒരു മനുഷ്യൻ, 90 കിലോയുള്ള ഒരു മനുഷ്യൻ, അവൻ്റെ കാലുകൾ എത്ര ബുദ്ധിമുട്ടുന്നുണ്ട്. ആ കാലിന് സ്വർണ്ണ ബൂട്ടുകളാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ മുഖത്ത് ക്രീം തേക്കും, നിങ്ങൾ യഥാർത്ഥത്തിൽ ആ കാലിനാണ് ക്രീം തേക്കേണ്ടത്. നിന്നെ ചുമന്നുകൊണ്ട് ഇത്രത്തോളം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നടക്കുന്നതായ നിന്റെ പാദങ്ങളെ നീ നിസ്സാരമായിട്ടാണോ കാണുന്നത്? ദൈവം നൽകിയിരിക്കുന്ന പാദങ്ങൾ എത്രയോ അസ്ഥികളുണ്ടെന്നറിയാമോ? നിന്റെ പാദത്തിൽ എത്രയോ അസ്ഥികളാണ് ദൈവം നൽകിയിരിക്കുന്നത്.
നമ്മുടെ ശരീരത്തിൽ 206 അസ്ഥികൾ ദൈവം നൽകിയിട്ടുണ്ട്. അതുപോലെ ദൈവം നൽകിയിരിക്കുന്നതായ അനുഗ്രഹിക്കപ്പെട്ടതായ ആരോഗ്യമുള്ളതായ ശരീരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കൂ. അല്ലാതെ മോതിരം എന്തിനിട്ടു, മാല എന്തിനിട്ടു, ബൂട്ട് എന്തിനിട്ടു, വസ്ത്രം എന്തിനു ധരിച്ചു, വാച്ച് എന്തിനു ധരിച്ചു, അതെന്തിനു ധരിച്ചു എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കാതെ പുറമേയുള്ള ആചാരങ്ങളല്ല, അന്തരംഗത്തിൽ ശുദ്ധി ഉണ്ടായിരിക്കണം. പൗലോസ് എന്താണ് പറഞ്ഞത്? ഞാൻ അനേകരെ നേടിയെടുക്കുന്നതിന് വേണ്ടി അവരിൽ ഒരാളായിട്ട് മാറുവാൻ ഇടയായി എന്ന്. ഒരു ധനവാന്റെ അടുക്കൽ ചെന്ന് അവനെ നേടണമെങ്കിൽ ഞാൻ അവനെപ്പോലെ തന്നെ ഡീസൻ്റായിട്ട് ചെല്ലണം, അല്ലെങ്കിൽ എന്നെ അവിടെ നിന്ന് ഓടിക്കാനിടയാകും. അതുപോലെ തന്നെ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ അടുക്കൽ ചെന്നിട്ട് സൂട്ടും കോട്ടും ഒക്കെ ഇട്ടിട്ട് അവൻ്റെ അടുക്കൽ ചെന്ന് ഉപദേശിക്കുകയാണെങ്കിൽ അവൻ പറയും, നിങ്ങൾക്കറിയാം, എൻ്റെ കാര്യം എനിക്ക് മാത്രമേ അറിയാവൂ എന്ന്. ഞാൻ ഗ്രാമത്തിൽ വേല ചെയ്ത സമയത്ത് സൈക്കിളിൽ പോയിട്ട് ചെരുപ്പിട്ടുകൊണ്ട് വേല ചെയ്തിട്ടുണ്ട്. ഇതൊന്നും വിവരിക്കേണ്ടതായ കാര്യമില്ല. എന്നാൽ ഇന്ന് അനേകം ആളുകളും ദൈവദാസന്മാരുടെ വേഷവിധാനങ്ങൾ മാത്രം കണ്ടിട്ട് അവർ പറയുന്നതായ വചനം ശ്രദ്ധിക്കാതെ, അവർ പറയുന്നതായ വചനത്തിൻ്റെ അംശം മനസ്സിലാക്കാതെ അവരെ വിമർശിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാനിടയാകും. പൗലോസ് അങ്ങനെയുള്ളവരോട് വാദിക്കാനിടയായി, തർക്കിക്കാനിടയായി, വിവരിച്ചു കൊടുത്തു. പ്രാർത്ഥന. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്ത് നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽപ്പെട്ട് അനാവശ്യമായ വിഷയങ്ങൾക്ക് വേണ്ടി തർക്കിച്ചുകൊണ്ട് യഥാർത്ഥ ദൈവത്തെ മാറ്റി നിർത്തുന്നവരായി ഞങ്ങൾ ആകാതെ, നിന്നിലുള്ള വിശ്വാസത്തിൽ വീണുപോകുന്നവരായി മാറാതെ, നിന്റെ വചനത്തിന് വില കൊടുക്കാത്തവരായിട്ട് മാറാതെ, നിന്റെ വചനത്തെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ. പലരും പാപത്തിന്റെ കുഴിയിൽ കിടക്കുകയാണ്, വ്യഭിചാര പാപത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്, പലരും മദ്യപാനത്തിന്റെ പാപത്തിന് അടിമയായിട്ട് മാറിയിരിക്കുകയാണ്. യൗവനക്കാരായിരിക്കുന്ന എത്രയോ മക്കൾ അവരുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നപ്പാ. അങ്ങനെയുള്ളവരെ കാണുന്ന സമയത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ചൂടുപിടിപ്പിക്കണമേ. നീ സ്നേഹിക്കുന്നതായ നിന്റെ മക്കൾ, അവരുടെ ആത്മാക്കളെ അവർ നശിപ്പിച്ചു കളയുന്നു, അവരുടെ ശരീരങ്ങളെ മലിനമാക്കുന്നു, അവർ നിത്യനരകത്തിലേക്ക് കടന്നു പോകുന്നു എന്നത് ഞങ്ങളുടെ കൺമുൻപിൽ കാണുന്നതായ സമയത്ത് പൗലോസിനുണ്ടായതായ അതേ ചൂട്, അതുപോലെ പൗലോസിനുണ്ടായ ഭാരം നൽകണമേ. ഞങ്ങളുടെ കുടുംബക്കാർ പോലും രക്ഷിക്കപ്പെട്ടിട്ടില്ല. ആ ഒരു ഭാരം ഉണ്ടായിട്ട് ഞങ്ങളുടെ വീട്ടുകാരെല്ലാം യേശുവിൽ വിശ്വസിക്കണം, അതിനുള്ള ഒരു ദാഹം ഞങ്ങളുടെ ഉള്ളത്തിൽ നൽകണമേ. ആരെല്ലാം ഏതെല്ലാം ഭാരത്തിലായിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് അറിയുന്നതായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ മുറിവേറ്റതായ കരത്തെ നീട്ടിക്കൊണ്ട് വീണ് കിടക്കുന്ന എല്ലാ മക്കളെ എഴുന്നേൽപ്പിക്കുമാറാകണമേ. പിശാചിന്റെ ബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുന്ന ആളുകളെ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുമാറാകണമേ. അപ്പ അജ്ഞാനത്തിന്റെ ബന്ധനമാകുന്നുവെങ്കിലും, അതുപോലെ ദുശീലത്തിന്റെ ബന്ധനമാകുന്നുവെങ്കിലും, അവരുടെ ജീവിതത്തിലെ എന്ത് പ്രശ്നമാണെങ്കിലും ഈ സമയം കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനു വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുമാറാകണമേ. അപ്പ ആരുടെ ഹൃദയത്തിലാണോ പകയും പിണക്കവും വിദ്വേഷവും അസൂയയും വെറുപ്പുമൊക്കെ ഉള്ളത്, പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തികളെ, അങ്ങനെയുള്ള വ്യക്തികളെ ഈ സമയത്ത് ദൈവത്തിന്റെ കൃപയാൽ വിടുവിക്കുമാറാകണമേ. ഈ ദിവസം മുതൽ ഞാൻ യേശുവിന്റെ പൈതലായിട്ട് ജീവിക്കും എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി ഇവിടെ നിന്ന് കടന്നു പോകുവാൻ എല്ലാ വ്യക്തികളെയും സഹായിക്കുമാറാകണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.